വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 23-ാമത്തെ റിലേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ഹാവിങ് ഓൾ പവർ ആൻഡ് അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത്. പുതിയ നിയമ വിശ്വാസികൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കേണ്ടതും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായ ക്രിസ്തു എന്ന സബ്ജക്റ്റ്. സൺഡേ സ്കൂളിൻ്റെ പോലും ഏറ്റവും ബാലപാഠങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ ഏറ്റവും ബാലപാഠങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളതായിട്ട്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവരാകട്ടെ വിശ്വാസികളാകട്ടെ എത്ര പേർ ഇതിൻ്റെ ആഴം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യകതയുണ്ട്. വളരെ ആഴത്തിൽ അനുഭവജ്ഞാനത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ എന്നുള്ള വിഷയം. ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില ട്രാൻസ്ലേഷനുകൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിങ് ജെയിംസ് വെർഷനിലാണെങ്കിൽ എഴുതിയിരിക്കുന്നത് ഓൾ പവർ ഈസ് ഗിവൺ ടു മീ എന്നാണ്. NIV-ലാണെങ്കിൽ എഴുതിയിരിക്കുന്നത് ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് ഹാസ് ബീൻ ഗിവൺ ടു മീ എന്നാണ്. ആംപ്ലിഫൈഡ് ബൈബിളിലാണെങ്കിൽ ഓൾ അതോറിറ്റി ഓൾ പവർ ഓഫ് റൂൾ ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് ഹാസ് ബീൻ ഗിവൺ ടു മീ എന്നാണ്. മലയാളത്തിലാവുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഒരു റിലേഷൻ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവമേ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിഥ്യാധാരണകളിലോ ചില തിയറികളിലോ ചില സങ്കല്പങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവിടെ രക്ഷയ്ക്ക് ആസ്പദമായി നീ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനെന്ന് അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും തൃക്കരങ്ങളിൽ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്തുണ്ടാകുന്ന ഏതൊരു കഷ്ടതകളിലും നിൻ്റെ ഉള്ളങ്കയിൽ അവരെ വരച്ചിരിക്കുന്നുവെന്നും നിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവൻ ആരുമില്ലെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സ്വർഗീയ അധികാരം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ അധികാരം എന്ന വാക്ക് എന്താണെന്ന് അല്പം ഒന്ന് ചിന്തിക്കുന്നത് ഏറെ നന്നായിരിക്കും. ഗ്രീക്ക് പദത്തിലാണെങ്കിൽ എക്സോസിയ എന്നൊരു പദമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ നമ്മൾ വചനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളാണ് എതിരേക്കപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങിയ വാക്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവന് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലും തൻ്റെ വലത്തുഭാഗത്തിരുത്തുകയും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിലും മാത്രമല്ല വരുവാനുള്ളതിലും. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് അധികാരം. എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നതെന്ന് ആദ്യമേ തന്നെ ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പല ക്ലാസ്സുകളിലും ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിന് മുൻപേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്നും സ്വർഗീയ ദൂതന്മാരുടെ വാഴ്ചയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്നും നമുക്ക് എസ്എകേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായം, യെശയ്യാവിൻ്റെ 14-ാം അധ്യായം, അതുപോലെ തന്നെ യെരമ്യാ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23 തുടങ്ങിയ 26 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരണം വേണമെങ്കിൽ ദ കിങ്ഡം ഓഫ് സേറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 എപ്പിസോഡുകൾ ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതഗണങ്ങളിൽ പ്രത്യേകിച്ച് 3 ഗണത്തിലുള്ള ദൂതന്മാരാണെന്നുള്ളത്. ഒന്ന്, ദൂത് അറിയിക്കുന്നതായ ഗബ്രിയേലും അത് ഗബ്രിയേലിൻ്റെ കീഴിലുമുള്ള ദൂതഗണം. ദൈവത്തിൻ്റെ ദൂതുകൾ മനുഷ്യരുടെ ഇടയിൽ പകർന്നു കൊടുക്കുന്ന ജോലി ചെയ്യുമ്പോൾ മിഖായേലും സേനയും ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നടത്തുന്നു. അതേ സമയത്ത് ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ
അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങൾ നടത്തിയിരുന്ന അഭിഷക്തനായിരുന്ന ഒരു കെരൂബായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 14 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ മാത്രമാണ് നമുക്കത് വായിക്കാൻ സാധിക്കുന്നത്. അരുണോദയ പുത്രനായ ശുക്ര എന്ന് വിളിക്കുമ്പോൾ ചില ട്രാൻസ്ലേഷനുകളിൽ ഓ ലൂസിഫർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലാറ്റിൻ ലാംഗ്വേജ് എന്നുള്ള ട്രാൻസ്ലേഷനാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഫ്രീ വില്ലുള്ളതായിട്ടുള്ള സൃഷ്ടികളെ ദൈവം പരിശോധിക്കാൻ തക്കവണ്ണം സ്വന്തം ഇഷ്ടം ചെയ്യുമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമോ എന്ന് പരിശോധിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ച, തിന്മയായിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സൈത്താൻ എന്നുള്ളത് ഏവരും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഈ 3 ദൂതഗണങ്ങളിലെ ദൂതന്മാരെ പരിശോധിക്കുമ്പോൾ ലൂസിഫറിനെ പരിശോധിക്കുമ്പോഴാണ് ലൂസിഫർ എസെക്കിയേൽ പ്രവചന പുസ്തകം 28 അധ്യായത്തിൽ കാണും പ്രകാരം തൻ്റെ ഹൃദയത്തിൽ ഗർവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സൈത്താനിൽ കിട്ടിയിരുന്ന ഇൻറ്റ്യൂഷൻ മുഖാന്തരം ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളും മീതെ വയ്ക്കും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നെല്ലാം പറയുമ്പോൾ ദൈവം അവനെ ശിക്ഷിക്കുന്ന കാര്യങ്ങളാണ് യെരമ്യാ പ്രവചന പുസ്തകം 4 അധ്യായത്തിൻ്റെ 23 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതും. അതേപോലെ തന്നെ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെയും നീ നടപ്പിൽ നിർമ്മലനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്നാണ്. എന്നാൽ സൈത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായത്തിന് 44 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ആദ്യം മുതലേ പാപം ചെയ്യുന്നു, കുലപാതകനാകുന്നു. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 3:9 യോഹന്നാൻ 3:9 പറഞ്ഞിരിക്കുന്നു പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു. അപ്പോൾ സൈത്താനെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദ ബിഗിനിങ് ഒരു തിന്മയായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ ആദ്യം മുതലേ കൊലപാതകനാണെന്നും പാപം ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നീതികേട് കണ്ടതുവരെയും നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇത് രണ്ടും 2 സൃഷ്ടികളാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എങ്ങനെ ക്രിസ്തുവിൽ വന്നിരിക്കുന്നു, അങ്ങനെ അവനോട് ഒന്നായി ചേരുമ്പോഴത്തേക്കാണ് സ്നാനപ്പെട്ടിരിക്കുന്നതും ആ അധികാരത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്കും തങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്താണ്, ആ അധികാരം എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഇന്ന് ആത്മീയ ഗോളത്തിൽ ഈ ഒരു അധികാരം എക്സസൈസ് ചെയ്യുന്നവർ, ഇതേക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്. എന്നാൽ ഇത് എക്സസൈസ് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് ഓരോരുത്തരും തന്നെ അവനവനെ ശോധന ചെയ്ത് നോക്കുക. ഇതൊരു പ്രൗഢിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വല്ല വിധേനയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ അതിൻ്റെ പൂർണ്ണ അധികാരത്തോടു കൂടി നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാൻ വരുന്ന സമയത്ത് തല കുനിച്ചവരായിട്ടല്ല നിൽക്കേണ്ടത്, തല ഉയർത്തിക്കൊണ്ട് നിൽക്കേണ്ടവരാണ് നാം. ഹല്ലേലൂയ. ചന്ദ്രനെ പോലെ ശോഭയുള്ളതും സൂര്യനെ പോലെ നിർമ്മലതയുള്ളതും കൊടികളോട് കൂടിയ സൈന്യവുമായിട്ടാണ് ദൈവസഭ നിലനിൽക്കേണ്ടത്. അതിലേക്ക് ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുവാനും ദൈവം വലിയ കൃപയാൽ എളിയവൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൂസിഫറിൻ്റെ മേൽ കൊടുത്തിരുന്ന അധികാരം അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം അവനെ പരീക്ഷിക്കുന്ന സമയത്ത് സൈത്താൻ പിടിച്ചെടുക്കുകയും അതിനുശേഷം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1 അധ്യായത്തിൽ കാണുന്ന ക്രിയേഷൻ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു എന്ന് പറയുമ്പോൾ ആ വാക്യത്തിന് മുമ്പ് തന്നെ ആകാശമുണ്ടായിരുന്നെന്നും ഭൂമി ഉണ്ടായിരുന്നെന്നും ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ബ്രൂഡ് ചെയ്ത് അതിനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടെ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ മേലുള്ള അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമില്ല, ഭൂമിയുടെ മേലുള്ള അധികാരം, ആകാശത്തിലെ പറവജാതിന്മേൽ, സമുദ്രത്തിൽ മത്സ്യത്തിന്മേൽ, ഭൂമിയിൽ എഴുതുന്ന സകല ഇഴജാതികളുടെ മേലുള്ള അധികാരം മനുഷ്യനിൽ നിക്ഷിപ്തമായിരുന്നത്, മനുഷ്യനെ ഏൽപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വരെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നു. എന്നാൽ മനുഷ്യനെ പരിശോധിക്കുന്ന സമയത്ത് അതേ ലൂസിഫറിനെ പരീക്ഷിച്ചതായി അതേ സൈത്താനെ കൊണ്ട് ഒന്നാം മനുഷ്യനെ ആദാമിനെ പരീക്ഷിക്കുന്ന സമയത്ത് തന്നിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം സൈത്താൻ പിടിച്ചെടുത്തു. ഈ 2 അധികാരങ്ങളെയും തിരിച്ചു പിടിക്കുവാനാണ് ദൈവപുത്രൻ വെളിപ്പെട്ടതെന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ലേഖനം 1 യോഹന്നാൻ 3 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിശാച് ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. 1 ജോൺ 3 അധ്യായം 8 വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാവുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ.
പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇതെല്ലാം വളരെ വ്യക്തമായിരിക്കും. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ക്രിസ്തുവിന് ലഭിച്ചു എന്ന് പറയണമെങ്കിൽ ഈ ലൂസിഫറിൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം, അതുപോലെ മനുഷ്യൻ്റെ മേൽ നിക്ഷിപ്തമായിരുന്ന അധികാരം അവരെ പരിശോധിക്കുന്ന സമയത്ത് സേറ്റാൻ്റെ കയ്യിലായി. അങ്ങനെയാണ് ഇത് രണ്ടും പിടിച്ചെടുക്കുവാനാണ് സൃഷ്ടിതാവായ ദൈവം തന്നെ, നിയമദാതാവായ ദൈവം തന്നെ മനുഷ്യരൂപമെടുത്തുകൊണ്ട്, മനുഷ്യപല ശരീരം പ്രാണനും ആത്മാവുകളും എടുത്തുകൊണ്ട് അവൻ്റെ മേൽ വരേണ്ടതായ ശിക്ഷ, ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് ശിക്ഷയ്ക്ക് ഇളവ് വരത്തക്ക വേണം അവൻ്റെ മേലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിനും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ അവനെ ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങി 23 വരെ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരം താൻ പിടിച്ചെടുത്തിട്ട് ഇന്ന് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ആത്മീക അധികാരങ്ങൾ മാത്രമാണെന്ന് വളരെ മനസ്സിലാക്കണം. കർത്താവ് ഈ അധികാരം മുഴുവൻ പിടിച്ചെടുത്തു. ആത്മീയ അധികാരങ്ങൾ മാത്രമേ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളൂ. ഭൗതിക അധികാരങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന, തലവനായിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സേറ്റാൻ്റെ കയ്യിലാണ് സർവ്വലോകം ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു എപ്പിസോഡിനെ വളരെ വ്യക്തമായി പറയുന്നത്, ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി പ്രസംഗിക്കുകയും അത്തരം ശുശ്രൂഷകൾ ചെയ്യും, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്നവർ ചെയ്യുന്ന ശുശ്രൂഷകൾ സൈറ്റാനിക് ശുശ്രൂഷകളാണ്. അത്തരം വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല, ഒരുപക്ഷെ യേശുവിൻ്റെ നാമം തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ പ്രാർത്ഥിക്കുന്നത് സൈറ്റാനോടാണ്. ഇതിന്നൊക്കെയും വിട്ടൊഴിയുക. ഇതൊക്കെ വളരെ ലളിതമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിനേക്കാളും ഘോരമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഈ ബാലപാഠങ്ങളിൽ തന്നെ കിടന്ന് ഇന്നും പ്രത്യേകിച്ചും കേരളത്തിൽ വെസ്റ്റേൺ കൺട്രീസും യൂറോപ്യൻ കൺട്രീസൊക്കെ ഇതിനകത്ത് കുഴഞ്ഞുപോയി, വളരെയധികം കുഴഞ്ഞുപോയി. അതിൻ്റെതൊക്കെ ട്രേസസ് ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കൂടെ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും ഈ സകല അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും എന്തും ചെയ്യുവാനുള്ള അധികാരം, ഇതാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അധികാരം, പവർ എന്ന വാക്കും അതോറിറ്റി എന്ന വാക്കും 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു അധികാരവുമായിട്ട് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുകയും, ശുശ്രൂഷകന്മാരായിട്ട് സാധാരണ വിശ്വാസികൾക്കും ഈ ഒരു അധികാരം എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകത വരും. അതെങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരിക്കണം, നാം ഏത് വിധത്തിലായിരിക്കണം എന്നൊക്കെ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ സകല അധികാരം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവനായ ക്രിസ്തുവിനോട് ചേരുവാനാണ് നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പവർ, എക്സോസിയ എന്ന ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് പവർ, എക്സോസിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പവർ, ശക്തി അല്ലെങ്കിൽ അധികാരം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ. പല ആത്മാക്കളും ഈ വിഷയത്തിലെടുക്കുമ്പോൾ നമുക്ക് പല ദുഷ്ടാത്മാക്കളുമായിട്ട് ഇടപെടേണ്ടി വരും. ചിലത് യേശുവിൻ്റെ നാമം എടുത്തുകൊണ്ട്, ചിലത് കൃഷ്ണൻ്റെ നാമം എടുത്തുകൊണ്ട്, ചിലത് ശിവൻ്റെ നാമം എടുത്തുകൊണ്ട്, ചില ഹനുമാൻ്റെ നാമം എടുത്തുകൊണ്ട്, അള്ളയുടെ നാമം എടുത്തുകൊണ്ട്, മുഹമ്മദിൻ്റെ നാമം എടുത്തിട്ടുണ്ട്, മറിയയുടെ നാമം എടുത്തിട്ടുണ്ട്. ഒരേ നാമത്തിൽ തന്നെ ആയിരക്കണക്കിന് സ്പിരിറ്റ്സ് ഉണ്ട്. ഇവരെല്ലാം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും. ഈ ഭൗതിക അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഗ്രഹമാക്കും, വാലല്ല തലയാക്കും, അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുടെ ഉപയോഗിക്കുന്ന സ്പിരിറ്റുകൾ തന്നെയാണ് യേശുവിൻ്റെ നാമം ഞാൻ പ്രസംഗിക്കുന്നത്. സത്യവേദ പുസ്തകം തന്നെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ബൈബിൾ കോളേജിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പേരായി നാമം ഉണ്ടായിരിക്കും, പേരായ ഡിനോമിനേഷൻ്റെ പേരുകളുണ്ടായിരിക്കും. അതിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷേ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റ് ഇത്തരം വ്യാജ സ്പിരിറ്റുകളായിരിക്കും. അപ്പോൾ അവയുടെ അധികാരം കാണിക്കും. അവർ നന്മകൾ കൊടുത്ത് കാണിക്കും, അന്യഭാഷകൾ പറഞ്ഞ് കാണിക്കും, പ്രവചനങ്ങൾ പറയുകയും അത് നിവർത്തിച്ചും കാണിക്കും. ഇതിൻ്റെ എല്ലാം പ്രവർത്തിക്കുമ്പോൾ അവ അധികാരം കാണിക്കുമ്പോൾ ഓതറൈസേഷൻ അവർക്കില്ല. അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അവ പവർ കാണിക്കുമ്പോൾ നീ ആരെന്ന് ചോദിക്കണമെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമെന്ന ഓതറൈസേഷൻ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ഇത് ഓരോ ദൈവമക്കളും ഓരോ ദൈവദാസന്മാരും വളരെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഓൾ പവർ ആൻഡ് അതോറിറ്റി ഹാസ് ബീൻ ഗിവൺ ടു മീ.
ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ വാക്ക്. അവിടെ മിക്കവാറും ട്രാൻസ്ലേഷനിൽ പവർ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനിൽ അതോറിറ്റി എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു പവറിനെ ഉപയോഗിക്കണമെങ്കിൽ, ഒരു അധികാരത്തെ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ഓതറൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ therefore നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. അപ്പോൾ ശിഷ്യരാക്കുക എന്നുള്ള ഡ്യൂട്ടിക്കാണ് നാം ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഓതറൈസേഷനും ഉള്ളവനായ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നാം നിൽക്കുന്നത്. ഈ സമയത്ത് ഓതറൈസേഷൻ ഇല്ലാതെ പവർ കാണിക്കുന്ന അനേക സ്പിരിറ്റുകൾ നാം താമസിക്കുന്ന ഇടങ്ങളിൽ, നാം വേല ചെയ്യുന്ന ഇടങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില ആലയങ്ങളിൽ, ചില അമ്പലങ്ങളിൽ, ചില മോസ്കുകളിൽ, ചില സ്ഥലങ്ങളിലൊക്കെയും വസിക്കുന്നുണ്ട്. ഇവയെ കീഴ്പ്പെടുത്താത്തോളം, ഇവയ്ക്ക് അധികാരം ഒരു കാണിക്കും, പവർ കാണിക്കുമെങ്കിലും ഓതറൈസേഷൻ ഇല്ല. ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓതറൈസേഷൻ ഉള്ളവനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർക്ക് ദൈവമക്കൾക്ക് അംബാസിഡർ എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഒരു അംബാസിഡറായിട്ട് വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോൾ ആ അയക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഓതറൈസേഷനോട് കൂടിയാണ് അംബാസിഡർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്താണെങ്കിൽ അമേരിക്കയുടെ അംബാസിഡർ ഉണ്ട്, ബഹ്റൈൻ്റെ അംബാസിഡർ ഉണ്ട്, ദുബായിയുടെ അംബാസിഡർ ഉണ്ട്, അങ്ങനെ ആയിരക്കണക്കിന് രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അംബാസിഡേഴ്സ് എല്ലാ രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു അംബാസിഡർ ഫോർ എക്സാമ്പിൾ കുവൈറ്റിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ആ ഗവൺമെൻറ്റിനും ആവശ്യമായ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുഴുവൻ അധികാരത്തോടു കൂടിയാണ് അംബാസിഡർ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ അംബാസിഡർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥയ്ക്ക് അതീതമായി വിട്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഉടനെ അവിടുന്ന് വിഡ്രോ ചെയ്യും. അപ്പോൾ നാം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ടവനായ ക്രിസ്തു യേശുവിൻ്റെ ഓതറൈസേഷനോട് കൂടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇത്തരം അനേക ദൈവദാസന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഇറങ്ങിയവർ ഇത് പരിജ്ഞാനത്തിൽ മാത്രം വെച്ചുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്തിട്ട് ഇരുന്നു പോയിരിക്കുന്ന അവസ്ഥ. എനിക്ക് വളരെ പരിജ്ഞാനമുണ്ട്, ഇത്തരം കാര്യങ്ങളോട് ആത്മീക യുദ്ധങ്ങൾ ചെയ്ത് എല്ലാത്തിലും ജയിച്ചു എന്നല്ല, ദൈവത്തിൻ്റെ കൃപയാൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ ഈ ഒരു വിഷയത്തിൽ ഇന്നും കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് വളരെ ആത്മപ്രേരണയോട് കൂടിയാണ് ഈ ഒരു റിലേഷൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനാണെന്ന് നിങ്ങളേവരും തന്നെ പഠിച്ചിരിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്കത് എക്സസൈസ് ചെയ്യണമെങ്കിൽ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ആദ്യം തന്നെ നിങ്ങളുടെ സെൽഫിൻ്റെ, നിങ്ങളുടെ സ്വയത്തിൻ്റെ ബലഹീനത എത്രമാത്രമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഇത് വെളിപ്പെടുത്താത്തോളത്തോളം നിങ്ങൾ ഈ വാക്ക് എത്ര ഉപയോഗിച്ചാലും ഒരു കാര്യമില്ല. നിങ്ങൾക്കല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കിനല്ല. അല്ലെങ്കിൽ ദൈവവചനത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത വചനം ഇതാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വെട്ടുന്ന ചാട് നിങ്ങൾ സ്റ്റേജ് ചവിട്ടി പൊളിച്ചാലും ദുഷ്ടശക്തി നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ഡിനൈ ചെയ്തിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനോടോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നതായ സെൽഫിൻ്റെ ആഗ്രഹങ്ങളോടോ അതിൻ്റെ മ്ലേച്ഛതകളോടോ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ബിസെറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങളുടെ താഴ്ചകൾ, നിങ്ങളുടെ മലയാളത്തിൽ എന്തോ പറയുന്നതിന്, നിങ്ങളുടെ വഴുവഴുപ്പിൻ്റെ അവസ്ഥകൾ, കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കി തരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനെ മനസ്സിലാക്കി തരാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാനും ഇതേപോലെ തന്നെ ഞാൻ പല പ്രാവശ്യങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കൃപയാൽ രക്ഷയുടെ മാർഗത്തിൽ വരാൻ തുടങ്ങിയ സമയത്ത് ഇത്തരം സ്പിരിറ്റുകളോട്, എൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരം സ്പിരിറ്റുകളോട് മല്ലയുദ്ധം ചെയ്യുവാൻ കർത്താവിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്കിതിൻ്റെ ABCD പോലും അറിയില്ല. പക്ഷേ അവൻ്റെ വലിയ കൃപയാൽ അവൻ്റെ കരങ്ങളിനെ താങ്ങിക്കൊണ്ട് എളിയ ചെറിയ വിശ്വാസത്തിൽ, വളരെ ലളിതമായ വിശ്വാസത്തിൽ
ഇത്തരം കാര്യങ്ങളിൽ കൂടെ എൻ്റെ കർത്താവ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിൽ വരാത്തോടത്തോളം, അതായത് നാം നിൽക്കുന്ന നമുക്ക് ഏതൊരു ദൈവ പൈതലും വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ മൂവ്മെൻറ്റ് തുടങ്ങി അവന് ഘോരമായി 3 ശത്രുക്കളുണ്ട്. ഒന്ന്, അവനിൽ തന്നെ വസിക്കുന്നതും ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ജഡം അല്ലെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ ലോകം, മറ്റത് സേറ്റാനിക് കിങ്ഡം. ഈ 3 ശത്രുക്കളും വീണ്ടും അവനെ ബോണ്ടേജിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തിലേക്ക് കൊണ്ടുപോകാൻ രാത്രിയും പകലും അഹോരാത്രം ശ്രമിക്കുന്നതാണ്. നാം ഒരു മോറൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. ഈ ഫ്രീ വില്ലിനെ ഇതിന്മേൽ അധികാരം നടത്തുവാൻ വേറെ ഒരു ശക്തിക്കും, ഒരു എക്സ്റ്റേണൽ ശക്തിക്കും അധികാരമില്ല. നമുക്കാണ് അധികാരം ഉള്ളത്. വ്യക്തിപരമായ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ വില്ലുള്ള ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന് അവനെ സംരക്ഷിക്കണമെങ്കിലോ അവനെ രക്ഷിക്കണമെങ്കിലോ അവൻ്റെ സഹായം കൂടാതെ, അവൻ്റെ കൺസെൻറ്റ്, സമ്മതം കൂടാതെ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് സൈറ്റാനിക് കിങ്ഡമോ നിങ്ങളിൽ വസിക്കുന്ന ഈ ഫ്ലഷോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോൾ, നാം ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ജയിക്കാൻ സാധിക്കയില്ലെന്നുള്ള നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ എംപ്റ്റിനെസ് പൂർണ്ണമായും നമ്മുടെ സോള് മനസ്സിലാക്കി ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ, മറ്റ് കാര്യങ്ങളിലൊന്നും ആശ്രയിക്കാതെ, മറ്റ് പ്രവാചകന്മാരുടെ അടുത്ത് ഓടിപ്പോകാതെ, അല്ലെങ്കിൽ അവിടെ ഇവിടെയും കിടന്ന് നടന്നു പോകാതെ, വലഞ്ഞു പോകാതെ, കർത്താവ് എനിക്കിത് മനസ്സിലാകുന്നില്ല, നീ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണല്ലോ, ഈ അവസ്ഥയിൽ എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്കിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തരണം എന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തു നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എക്സസൈസ് ചെയ്യും. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തോടത്തോളം, കാരണം ചിലപ്പോൾ മരണം പോലും നിങ്ങളുടെ മുഖാമുഖം വരും. ശത്രു നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എന്തെല്ലാം കാര്യങ്ങളും ചെയ്താലും മാറുകയില്ല. നിങ്ങളുടെ ഇൻ്റലക്റ്റിലേക്ക് നിങ്ങൾക്ക് സെൻസ് ചെയ്യാം. ശത്രു എന്ന് പറയുമ്പോൾ ആത്മീക ജീവികളാണ്. ഫ്ലഷ് എന്ന് പറയുന്നത് ആത്മീക ജീവിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക കണ്ടുകൊണ്ട് കാണുവാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അവയെ സെൻസ് ചെയ്യാം. ഈ ശബ്ദം കേൾക്കുക ഏതൊരു വ്യക്തികൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്കതിനെ സെൻസ് ചെയ്യാം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച പലവർക്കും ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാൻ കൃപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ദേവദാസന്മാരൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആകാശത്തെ കുത്തുന്ന പോലെയല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഞാൻ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചല്ല പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അനേക സ്റ്റേജുകളിൽ കൺവെൻഷനുകളിലൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ശാസിക്കും, വെട്ടും, കുത്തും ഒന്നും നടക്കില്ല. അൺലെസ് അതർവൈസ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി ക്രിസ്തു പേഴ്സണലി സ്പിരിച്വലായിട്ട് നിങ്ങളിൽ ആ ഒരു റിലേഷനിൽ പ്രവർത്തിച്ചല്ലാതെ, ഹല്ലേലൂയ, ഒരു പക്ഷേ നിങ്ങൾക്ക് അവൻ്റെ അടിപ്പിനുള്ള സൗഖ്യം ലഭിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി രോഗസൗഖ്യത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. കർത്താവ് നിർത്തിയിരിക്കുന്ന ആളായിരിക്കാം. അനേക റിലേഷൻ ഓടി നടന്ന് കൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. എന്നാൽ ഈ ഒരു റിലേഷൻ നിങ്ങളിൽ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും മറ്റ് അധികാരങ്ങൾ, ക്രിസ്തുവിനെ കൂടാതിരിക്കുന്ന മറ്റ് അധികാരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും അതിൻ്റെ മുമ്പിൽ നിങ്ങൾ വളരെ വീക്കാണെന്നും അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അട്രായിട്ട് വീണു പോകുമെന്നും നിങ്ങളുടെ സോള് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ സോൾ തയ്യാറാകുകയുള്ളൂ. ഇത് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിവീൽ ചെയ്തു തരുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ, നിങ്ങളുടെ ജഡത്തിൻ്റെതായ ആപ്പിറ്റൈറ്റ്സ്, അത് നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നിങ്ങൾക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ തന്നെ ബുദ്ധി ചിലപ്പോൾ ഉപദേശിച്ചാൽ ഇതൊക്കെ എങ്ങനെ ജീവിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് പല വിശ്വാസികളും പറയുന്നത് കേട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അതിനിടയ്ക്കായിരിക്കും നിങ്ങളുടെ ഫ്ലഷിനെ മോദിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ, നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിച്ച് തരത്തക്കണം, വാലല്ല തലയാക്കും, ദേശം പിടിച്ചെടുക്കും, അതുപോലെ തന്നെ പെരിയ കൂട്ടം പോലെ ആത്മാക്കളെ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് പ്രവചിക്കും. ഞാൻ അനേക പ്രവചനങ്ങൾ കേട്ടിട്ടും അതുപോലെ തന്നെ ഈ പ്രവാചകന്മാരെ പോലും വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ പുതിയ നിയമ ശുശ്രൂഷയുടെ എന്ന്. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ശത്രുവിൻ്റെ
ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷൻസ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് സോളിൽ അറിയാൻ പറ്റും അവരുടെ സ്വഭാവങ്ങൾ. ദൈവത്തിൻ്റെ സിംഹാസനത്തോട് എതിർക്കുന്നതായിരിക്കും, ക്രിസ്തുവിനെതിരോട് എതിർക്കുന്നതായിരിക്കും, ക്രിസ്തുവിൻ്റെ സിംഹാസനത്തോട് എതിർക്കുന്നവരായിരിക്കും, വചനത്തോട് എതിർക്കുന്നവരായിരിക്കും. അത് നിങ്ങളല്ല ചെയ്യുന്നത്. ആ ദുഷ്ടശക്തികൾ നിങ്ങളുടെ സോളിലേക്ക് നിങ്ങളെ അടിമപ്പെടുത്താൻ വീണ്ടും അട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വചനം പറഞ്ഞു നോക്കും, ഉപവസിച്ച് നോക്കും, ഒരു പക്ഷേ പ്രാർത്ഥിച്ച് നോക്കും, പക്ഷേ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങൾ വെളിപ്പെടാത്തോടത്തോളം. വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ സെൽഫിൻ്റെ എല്ലാ ഡിസയേഴ്സും ആയുധവർഗം വയ്ക്കണം. അതാണ് പറഞ്ഞത് കാസ്റ്റ് ഓഫ് സെൽഫ്, പുട്ട് ഓഫ് സെൽഫ് ആൻഡ് പുട്ട് ഓൺ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫിൻ്റെതായ എല്ലാ ആശ്രയങ്ങളും നാം ആയുധവർഗം വയ്ക്കാത്തിടത്തോളം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുകയില്ല. പരിശുദ്ധാത്മാവാണത് ചെയ്യുന്നത്. നമുക്ക് പറ്റാത്തിടത്തോളം, ചില സമയത്ത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ 1 കൊരിന്ത്യർ 10:15 പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികം പരീക്ഷ നേരിടുവാൻ അനുവദിക്കാതെ പരീക്ഷയോടുകൂടെ നീക്കുപോക്കുണ്ട്. അപ്പോൾ ഇത്തരം റിലേഷനിലേക്ക് വരാൻ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്രോമിസ് ഉണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ അനേകമായി ദീർഘിച്ച രോഗങ്ങളായിരിക്കും, ദീർഘിച്ച വേദനകളായിരിക്കും, ദീർഘിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും. പേടിക്കേണ്ട. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പരിശുദ്ധാത്മാവിന് മനസ്സിലാക്കി ഉടനെ നീക്കുപോക്ക് തരും. എന്നാൽ നീക്കുപോക്കിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അപ്പം നിങ്ങൾക്ക് ജയം കിട്ടുകയില്ല. കർത്താവ്, എനിക്ക് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ വേണം. എനിക്ക് മനസ്സിലാകുന്ന ഈ ഒരു ടെംപ്റ്റേഷനെ അല്ലെങ്കിൽ ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്കൂ. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ, സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തിച്ചവന് അധികാരമുള്ളവനെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് അധികാരങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകളിൽ, കേരളത്തിന് പുറത്ത് കൺട്രികളുടെ അഡ്മിനിസ്ട്രേഷനുകളിൽ, അധികാരങ്ങളിൽ, സ്പിരിച്വൽ വേൾഡിൽ, എനിക്കെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ തുറന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ അധികാരം എന്നിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് വലിയ കൃപയാൽ വസിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തെടുത്തിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇതൊരു തിയറി സ്ഥാപിക്കുകയല്ല. റിയാലിറ്റിയിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ റിയാലിറ്റി ഇത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പ്രത്യേക കൃപാവരൊന്നും വേണ്ട, ഒരു കൃപാവ് വേണ്ട. നിങ്ങളുടെ സെൽഫിനെ എംപ്റ്റി ചെയ്യുവാനുള്ള സന്നദ്ധത, അതിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം, ഇതെല്ലാം വിശ്വാസത്തിൽ നടക്കുന്ന കാര്യമാണ്. ഒരു ഡിനോമിനേഷനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഡിഗ്രിയോ നിങ്ങൾക്ക് സാധ്യമല്ല. ഇതൊന്നും ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിങ്ങൾ ഈ അധികാരത്തിൽ വെളിപ്പെടണമെങ്കിൽ സ്വർഗത്തിനും ഭൂമിയിലും എന്തിനേയും എന്തും പ്രകൃതിയുമേ നിങ്ങൾക്ക് അധികാരം ചെലുത്താം. പഴയ നിയമത്തിലെ ഒരു വിശ്വാസിയായിരുന്ന യോശുവയ്ക്ക് സൂര്യനെ നിർത്താൻ പറ്റുമെങ്കിൽ, ചന്ദ്രനെ നിർത്താൻ പറ്റുമെങ്കിൽ, അറ്റോൺമെൻറ്റ് നടന്നിട്ടില്ല. അറ്റോൺമെൻറ്റ് നടന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി സ്വർഗത്തിൻ്റെ ഭൂമി സകല അധികാരമുള്ളവനായി ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയല്ലോ. ഇതെല്ലാം വിശ്വാസത്താൽ വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുള്ള വിശ്വാസമല്ല, ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസമല്ല. പേഴ്സണൽ റിലേഷനിൽ നമ്മുടെ ഇൻ്റലക്റ്റിന് മനസ്സിലാക്കിയെടുത്തിട്ട്, നമുക്ക് നമ്മുടെ കഴിവുകൾക്ക് മനസ്സിലാക്കിയെടുത്തിട്ട്, യെസ്, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു തന്നെയാണ് വസിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏലിയാവിനുണ്ടായതുപോലെ ചിലപ്പോൾ ചൂരച്ചെടിയുടെ കീഴിലിരിക്കേണ്ട അവസ്ഥ വരും, ചിലപ്പോൾ കിരീത്ത് തോടിൻ്റെ ഉള്ളിൽ കള്ളനെ പോലെ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരും, ചിലപ്പോൾ വിധവയുടെ തീട്ട് പാർക്കേണ്ട അവസ്ഥ വരും. അതേ ഏലിയാവിന് തന്നെയാണ് ദൈവം ആഹാബിൻ്റെ മുമ്പിൽ നിർത്തിയത്. 10 ഗോത്രങ്ങളിലെ മഹാരാജാവായിരിക്കുന്ന ആഹാബിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിർത്തിയത്. അതാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം. ആ അധികാരം അവന് നമ്മെ കൂടാതെ ചെയ്യാൻ സാധ്യമല്ല. തലയ്ക്ക് ശരീരത്തെ കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കാത്തതുപോലെ ശരീരത്തിനും തലയെ കൂടാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ തലയില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഈ അധികാരത്തിൽ ക്രിസ്തു ഇല്ലാത്തടത്തോളം നിർജീവമാണ്. പിന്നെ അവൻ്റെ വലിയ കൃപയാൽ നമ്മളെ അത്തരം ഷെയിമിലേക്ക്, അപമാനത്തിലേക്ക് അവൻ വിട്ടുകൊടുക്കുന്നില്ലെന്നുള്ളൂ. പക്ഷേ ആത്മീയ ഗോളത്തെ ശരിക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെന്നും ഈ ഒരു റിലേഷനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് എന്താണ് ആവശ്യകത? നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ സെൽഫിൻ്റെ മോശകരമായ അവസ്ഥ, ഇതെല്ലാം നമുക്ക് തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അതിൽ പതറിപ്പോകാതെ, ലോക ആശ്രയങ്ങളിലേക്ക് പോകാതെ, കർത്താവേ എന്നെക്കൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല,
പ്ലീസ് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. നീ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണല്ലോ. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ അധികാരം നീ എന്നോട് കൂടെ പ്രവർത്തിച്ച് എന്നെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസം വേണ്ട, ഒരു ഡിഗ്രിയും വേണ്ട, നിങ്ങളുടെ ഹൃദയം എംപ്റ്റി ആക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രം മതി. നിങ്ങളിൽ വസിച്ചുകൊണ്ട് കർത്താവ് ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് നിയന്ത്രിക്കാം. നിങ്ങളുടെ പേരിനല്ല, ഇതെല്ലാം മറ്റുള്ളവർ പറഞ്ഞ് പേരെടുക്കാൻ വേണ്ടിയല്ല. സ്വർഗത്തിലും ഭൂമിയിലും എന്തും ചെയ്യുവാൻ അധികാരം ഉള്ള ക്രിസ്തുവിനോട് ഒന്നായി ചേരുവാനാണ് നിങ്ങൾ സ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും ദൈവമേ കർത്താവ് ഈ റിലേഷനിൽ കൊണ്ടുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, ഈ റിലേഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സമയമെടുക്കും. വലിയ ത്യാഗമെന്ന് പറഞ്ഞാൽ സന്യാസികളുമാരെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം വിട്ടുള്ള ത്യാഗമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഈ ലോകത്തുള്ള നിങ്ങളുടെ അട്രാക്ഷൻസ് എന്താണ്. ഈ ലോകത്തിലെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പേരെടുക്കാനുള്ള മോഹങ്ങൾ, സ്ഥാനമാന മോഹങ്ങൾ, എനിക്ക് ആൾ കൂടുതലുണ്ടാകുന്ന മോഹം, ഇങ്ങനെ പലതുണ്ട്. സെൽഫിൻ്റെ മാനിഫെസ്റ്റേഷൻ പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാണുള്ളത്. അതെല്ലാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമുള്ളൂ. അതിന് മാത്രം ഓവർകം ചെയ്താൽ പോരെ? വേദപുസ്തകമുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരെ? നിങ്ങളെന്തിനെന്തൊക്കെ അതിര് കടന്ന് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ യെസ്, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാം. കാരണം ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് ആത്മീക യുദ്ധം ചെയ്ത് ജയിച്ച് നിൽക്കുന്നവർ എത്ര പേരിടുന്ന ഓരോരുത്തരും അവനെ തന്നെ ശോധന ചെയ്താൽ മനസ്സിലാക്കും. കോംപ്രമൈസ് ചെയ്യുന്നതല്ല സുവിശേഷം. എന്നാൽ ഇത് പേരെടുക്കാനുള്ളതല്ല. ആരും അറിയണമെന്നില്ല. പറഞ്ഞിരിക്കുന്നല്ലോ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ചിലർ പൊന്ന് ക്രിസ്തുയേശെന്ന് ഏക അടിസ്ഥാനത്തും ഇട്ടിരിക്കുകയാണ്. അതിന്മേൽ ഓരോരുത്തരും പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കട്ടെ. ചിലർ വലിയ വൈക്കോൽ വണ്ടിയായിരിക്കും പോകുന്നത്, ചിലർ വലിയ മരവണ്ടി ആയിരിക്കും, ചില പുല്ലായിരിക്കും. അപ്പോഴായിരിക്കും ഒരുവൻ്റെ കയ്യിൽ അല്പം വെള്ളിയേ ഉള്ളൂ, അല്പം പൊന്നേ ഉള്ളൂ. ഇതെല്ലാം തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ, ഇപ്പോൾ തന്നെ തീയിൽ കൂടെ കടത്തിവിടും. ഈ കത്തി പോകുന്നതൊക്കെയും വെറും ആടകൾ മാത്രമാണ്. ശോധനയിൽ നിലനിൽക്കുന്നതോ ഒറിജിനലാണ്. ഇനിയും വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം എന്നൊരു വാക്യമുണ്ടല്ലോ, അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം യെശയ്യാപ്രവചനം 48-ന്റെ 10-ാം വാക്യം. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ല താനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് എന്ന് അതിന് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബിഹോൾഡ് ഐ ഹാവ് റിഫൈൻഡ് ദീ ബട്ട് നോട്ട് വിത്ത് സിൽവർ, ഐ ഹാവ് ചോസൻ ദീ ഇൻ ദി ഫർണസ് ഓഫ് അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. ഈ തീച്ചൂളയിൽ നാം എന്ത് ഡിസിഷൻ എടുക്കുന്നു, ആരിൽ ആശ്രയിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലയാളത്തിലാകുമ്പോൾ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചതെന്നുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ചോസൺ ദീ ഇൻ ദി ഫർണസ് ഓഫ് അഫ്ലിക്ഷൻ. കഷ്ടതയുടെ തീച്ചൂള ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. അപ്പോൾ കഷ്ടതയുടെ തീച്ചൂളയിൽ ഇത്തരം വീക്ക്നെസ് നമുക്ക് മനസ്സിലാകുമ്പോൾ നാം ആരിൽ ആശ്രയിക്കുന്നു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനായ ക്രിസ്തുവിനെയാണോ നിങ്ങളുടെ സോളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്? അവൻ സ്വർഗത്തിൽ വസിക്കുന്നത് അതേ അധികാരത്തോടുകൂടി നിങ്ങളിലും വസിച്ച് നിങ്ങളിൽ കൂടെ ആ അധികാരത്തെ എക്സസൈസ് ചെയ്യണം. അതാണ് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുള്ള റിലേഷനെ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു അധികാരത്തിലേക്ക് ദൈവമേ കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും ആകർഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ഈ എപ്പിസോഡിൽ വിരാമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധരുന്നേറ്റിലുമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. നിൻ്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം കർത്താവേ. അനേക ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒരു വിഷയമാണ് കർത്താവ്. ഞങ്ങൾ എത്രമാത്രം ബലഹീനരാണെന്ന്, ഞങ്ങളുടെ തന്നെ ശത്രുക്കളുടെ മുമ്പ് ഞങ്ങൾ എത്രമാത്രം ബലഹീനരാണെന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നിന്നെ കൂടാതെ ചെയ്യുന്നത് ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെ നീ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും അറിയാതിരുന്ന എളിവന് കർത്താവ് നിൻ്റെ വലിയ കൃപയാ നിധി വെളിപ്പെടുത്തിയെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നീ എത്രമാത്രം സ്നേഹിക്കുന്നു. നീ ക്രൂശിൽ നിവർത്തിച്ച പ്രായശ്ചിത്തം എന്ന ആ വലിയ പ്രവൃത്തിയിൽ കൂടെ നീ വെളിപ്പെടുത്തിയ സ്നേഹത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുന്ന കർത്താവ്
നിൻ്റെ വരവെങ്കിൽ ഞങ്ങൾ തല കുനിഞ്ഞവരായിട്ടല്ല, തലയുയർത്തിയപ്പെട്ടവരായി നിന്നെ സ്വീകരിപ്പാനിടയാകട്ടെ. ഇന്ന് ഭൂലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒക്കെയത്തിന് കാരണം ഞങ്ങൾ നിന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഞങ്ങളാണ് കർത്താവെ അകൃത്യം ചെയ്തിരിക്കുന്നത്. എങ്കിലും നിൻ്റെ ദീർഘക്ഷമ ഉയർന്നിരിക്കട്ടെ, നിൻ്റെ ദയ ഉയർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.